പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നങ്ങനെ ഞാൻ അണകാലിലേക്ക് പോവുകയാണേ. അണകാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് അണകാലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അണകാലൂരിലേക്ക് പോകുന്നതും അണകാലൂരിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതായിരിക്കും. പിന്നെയും അങ്ങനെ അണകാലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശനിയാഴ്ച ദിവസമാണ്. അതുമല്ല പനിയൊക്കെ പിടിച്ച് ആകെ ശോകമുഖമായിട്ടിരിക്കുകയാണ്. ചുമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചുമയാണ്. ഞാനങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അങ്ങനെ ഇപ്പോൾ വീടിൻ്റെ കുറച്ച് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ട് യാത്ര ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷേ പുറത്തോട്ടൊന്നും പോയി വീഡിയോസ് എടുക്കുമ്പോൾ അതിനൊന്നും കൃത്യമായിട്ട് ഞാൻ വിചാരിക്കുന്ന അത്ര വ്യൂ ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ നമ്മൾ മെനക്കെട്ട് പോകുമ്പോൾ നല്ല വ്യൂ ലഭിച്ചില്ല എങ്കിൽ പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടിരുന്നൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഒന്നും കൂടെ ഒന്ന് അണകാലിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്യാമ്പിങ് വീഡിയോ ആയിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടെ ഈ വീഡിയോ കണ്ടിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടെ പറയുക. എങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പിങ്ങോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമ്മളിന്ന് ഇവിടെ നിന്ന് നേരെ അണകാലിലേക്ക് പോവുകയാണ്. വഴിയുടെ കാഴ്ചകളും അതുപോലെ തന്നെ അണകാലൂരിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് ഒന്നും കൂടെ എത്തിക്കാം. ഈ 2026 അണകാലൂരിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെയാണ് അവിടുത്തെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ വീടിൻ്റെ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാം കാട്ടാനകൾ ഇറങ്ങി വരുന്നൊരു വഴിയാണ്. ഈ ഭാഗത്ത് കണ്ട കുറച്ച് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാണ് മഞ്ഞൾ. ഇപ്പോൾ ഈ മഞ്ഞളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല കേട്ടോ. മൊത്തം കാട്ടാനകൾ വന്ന് ഈ മഞ്ഞളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അണകാലിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. മൺസൂൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മൾ പോകുന്ന വഴികളും അതുപോലെ ഈ വഴീൻ്റെയൊക്കെ സൈഡിലുള്ള ഓരോ മരങ്ങളും ഒക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വേറൊന്നുമല്ല, നല്ല പച്ചപ്പായിട്ടൊക്കെ ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊന്നും ഈ വഴി അങ്ങനെ അധികം നടക്കാനില്ലാത്തത് കൊണ്ട് തന്നെ വഴിയൊക്കെ നന്നായിട്ട് അടഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ചുപേരുടെയൊക്കെ പറമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കാടുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അണകാലിലേക്ക് പോകുന്ന ഭാഗമായാലും നമുക്ക് വഴികളൊക്കെ നന്നായിട്ട് കാണാമായിരുന്നേ. ഇപ്പം പോണ ഈ വഴിയുണ്ടോ, ഈ ഭാഗങ്ങളിലെല്ലാമാണ് ആന കുറേ നാളായിട്ട് ഇങ്ങനെ വന്ന് നടക്കുന്നത്. കാരണം ഇതിനകത്ത് മൊത്തം ഇപ്പം കാടാണ്. ആന ഇവിടെ നിന്നാലും കാണാനും പറ്റത്തില്ല. അണകാൽ സെറ്റിൽമെൻറ്റിലാണെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ കാട്ടാന ഇറങ്ങി നിരവധി കൃഷികൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാടുണ്ട്. ഇനി വേനൽ സമയമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. കാട്ട് തീ വന്നിട്ട് ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ പുല്ലുകളും പുൽമേടും ഒക്കെ നശിച്ചു പോകും. ഇപ്പോൾ ഈ പുല്ല് വളർന്ന് കിടക്കുന്ന സമയത്താണെങ്കിൽ ആനകളോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളോ വരുന്നെങ്കിലും ഒന്നും കാണാൻ പറ്റത്തില്ല. അതാണ് വലിയൊരു പ്രശ്നമെന്ന് പറയണത്. ഇന്ന് ഇപ്പോൾ മഴക്കാലമാണെങ്കിലും അധികം മഴയൊന്നുമില്ല കേട്ടോ. മലയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ അഗസ്ത്യർകൂടം തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടുണ്ട്. നമുക്കെന്തായാലും ആദ്യം ഊരിലെത്താം. ഊരിലെത്തിപ്പെട്ടിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇവിടെ മുന്നിലിരിക്കുന്നതൊരു ജെണ്ടയാണ്. ഈ ജെണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനവും അതുപോലെ നമ്മുടെ കൃഷിവിളയും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതാണ് ജെണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെണ്ടയ്ക്ക് അകത്തോട്ട് നമ്മുടെ കൃഷിവിളയും ഇതിന് പുറത്തോട്ട് വേറെ വനഭൂമിയും അല്ലെങ്കിൽ വേറെ സെറ്റിൽമെൻറ്റിലെ അതിർത്തിയായിരിക്കും. അങ്ങനെ ഇത് രണ്ടും തിരിക്കുന്നതാണ് ഈ ജെണ്ട എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുന്നേയൊക്കെ ഈ ഭാഗത്തൊക്കെ താഴെയൊക്കെയാണ് ആനയൊക്കെ വന്ന് നിൽക്കുന്നത്. ഞങ്ങളൊരു ദിവസം ആനേനെ ഓട്ടിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് വരെ വന്നായിരുന്നു. ഈ ഭാഗത്തുണ്ട് കുറച്ചിങ്ങനെ പാറാക്കൂട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ട്. നിലവിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗോപ്രോൻ്റെ ഹീറോ 13 ഇപ്പോൾ DJ ആണെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ എടുത്തുപോയി ഗോപ്രോ. ഇനിയിപ്പം കുറച്ച് വർഷം നമുക്ക് ഈ പൈസ മുതലാകുന്നത് വരെ ഒരു 50,000 രൂപയാണ് ഇത് എടുത്തത്. അപ്പോൾ അത് മുതലാകുന്നത് വരെ നമുക്കിത് കയ്യിൽ വെച്ചേ പറ്റുള്ളൂ കേട്ടോ. ഈ ഭാഗത്തെ അത്യാവശ്യം വലിയൊരു കാവാണ്. ഇതിനകത്ത് ഈ വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട ഇങ്ങനെ കൂവയൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത്. ഈ കൂവ എന്തിനാണ് വെട്ടിയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൂരൊക്കെയുള്ള കുറേ അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഈ കൂവ ഉണ്ടല്ലോ, ഇതാ കണ്ടോ, കൂവയുടെ തണ്ടാണ് ഈ കിടക്കുന്നത്. കൂവ വെട്ടിയിട്ട് ഇതിൻ്റെതായി കാണുന്ന കൂവ ഇല ഉണ്ടല്ലോ, ഇത് നമ്മൾ പണ്ട് നാട്ടിൽ ചെയ്ത പോലെ തന്നെ കറ്റകളാക്കി ഇവർ കെട്ടിക്കൊണ്ട് പോകും. വെട്ടി ഒടിച്ച് കെട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അത് കോട്ടൂർ ടൗണിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല പൈസ കിട്ടും. അങ്ങനെ അത് ഈ താമരപ്പൂ പൊതിയാനും പിന്നെ ചില ഹോട്ടലുകാർ ഉപയോഗിക്കും. പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കുറയ്ക്കാനല്ലേ സർക്കാർ പറയണത്. അപ്പോൾ അതുകൊണ്ട് ചില കടകളിൽ ഇലയിലാണ് ആഹാരം കൊടുക്കുന്നത്.
അപ്പോൾ അവിടത്തേക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഈ ഭാഗത്തൊക്കെ കാണുന്ന ഈ പൂവലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ആകാശത്തിനിടയിലൂടെ ഇങ്ങനെ ഒരു പച്ച വിരിച്ചിട്ടതുപോലെയാണ് ഇവിടുത്തെ ഓരോ ചെടികളും മരങ്ങളും ഇലകളും ഒക്കെ കാണുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്ന ഈ ഒരു വഴിയുള്ളത്. നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ടേ. നമ്മുടെ കാട്ടിൽ എവിടെ പോയാലും ഉള്ളതാണ് ഈ ചീവീടിൻ്റെ ശബ്ദം. ഈ കാട് കണ്ടോ? ഒരു ദിവസമാണെങ്കിൽ ഞാൻ അണകാലിൽ വന്നേ, നമ്മൾ ഫാമിലിയോടുകൂടി തന്നെ അണകാലിൽ വന്നതാണ്. ഓണത്തിന് ഞങ്ങൾ മിക്ക വർഷം അണകാലിലെ നമ്മുടെ ആൾക്കാരുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പം അങ്ങനെ അപ്പുറത്ത് പൊന്നി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്. ആ അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ട് വന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാട്ടിനകത്ത് തൊട്ടടുത്ത് കാട്ടുപോത്ത് നിന്നിട്ട് ഒരു വിളി വിളിച്ച് ശരിക്കും പറഞ്ഞാൽ കിടുങ്ങിപ്പോയി. ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് വന്നാൽ അതിൻ്റെ ബ്രണ്ടിൽ ചാടി. എൻ്റെ തലയിലാണെങ്കിൽ കുഴയും ഉണ്ടായിരുന്നു. അന്ന് ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലയിൽ കുഴയെടുത്തുകൊണ്ട് വന്ന സമയത്താണ് തൊട്ടടുത്ത് പോത്ത് നിന്ന് വിളിച്ചത്. അനിയത്തിയാണ് കണ്ടത് കേട്ടോ. ഈ വഴി ഇവിടുന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാങ്കോണത്തു നിന്ന് അണകാൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു വഴി എത്തിപ്പെടുന്നത്. നമ്മളീ പോണ വഴിയിലെ ആ ഭാഗത്തൊക്കെ കാണുന്നത് വലിയ കുന്നാണ്. അതെന്തോ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗമൊന്നും ഇങ്ങനെ വെട്ടാറില്ല. കാട് വെട്ടാനോ കൃഷി ചെയ്യാനോ അങ്ങനെയൊന്നും ആരും പോകാറില്ല. അതായത് ഇത് കണ്ട, ഇതിൽ കൂടുതലായിട്ടും ഈ കുതിരപ്പില്ലെന്ന് പറഞ്ഞ പില്ലാണ് കിടക്കുന്നത്. ഇത് കുതിരകൾ ഏറ്റവും കൂടുതലും കഴിക്കുന്ന ഒരു ആഹാരമാണ് കുതിരപ്പില്ലെന്നൊക്കെ. അപ്പോൾ ഈ കുതിരപ്പില്ല് ഞാനൊരു നിക്കറിട്ടാണ് വന്നത്. കുതിരപ്പില്ല് കാലിൽ കൂടെയാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇത് നമ്മുടെ കേരളത്തിലെ സ്വാഭാവികമായിട്ടുള്ള വനങ്ങളിൽ കാണപ്പെടുന്ന പുല്ലാണ് കുതിരപ്പില്ലെന്ന് പറയുന്നത്. ദൈ കിടക്കുന്നത് ഇതെല്ലാം കുതിരപ്പുല്ലാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപൂർവമായിട്ട് മാത്രമാണ് നമ്മുടെ പുൽത്തേൽ എടുക്കുന്ന പുല്ലുണ്ടല്ലോ അതുള്ളത്. ഇനി അത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാവേ. ഈ കാണുന്ന പുല്ല് കണ്ടോ? ഇത് കണ്ടോ? ഇതിന് നരയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് പുൽത്തേൽ എടുക്കുന്ന പുല്ല്. ഇത് കണ്ടോ? ഭയങ്കര സ്മെല്ലാണ്. ഇതൊരു 25 കിലോയോളം വാറ്റിയാലേ ഒരു 800 മില്ലിയൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അമ്പോ നല്ല മണമാണ് കേട്ടോ. കണ്ട അതിങ്ങനെ ഇരിക്കും. ഇതിനധികം നരയൊന്നും കാണത്തില്ല. ഇതിൻ്റെ മൂട്ടിലാണെങ്കിൽ നീല കളറായിരിക്കും. പുൽത്തൈല എടുക്കുന്ന പുല്ലിൻ്റെ മൂട്ടിൽ നല്ല നീല കളറായിട്ടിരിക്കും. അത്യാവശ്യം വലിയ വലിയ മരങ്ങളൊക്കെയാണ് നമ്മൾ പോണ വഴിയിൽ കാണുന്നത്. നമ്മളിതാ അണകാലിലേക്ക് പോകുന്ന റോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ രാവിലെയൊന്നും രാത്രിയൊന്നും ഇല്ലാതെ ഇവിടെ കൂടെ വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള കാട്ടാന ശല്യമായിരുന്നേ ഈ റോട്ടിലെല്ലാം. ഈ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ട. ഇത് രണ്ട് സൈഡും കാടൊന്നുമില്ല, ഇവരുടെ കൃഷികൾ തന്നെയാണ്. ഏകദേശം 1.5 കിലോമീറ്ററാണ് പൊത്തോടുന്നും അണകാലിലേക്ക് വരാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല കൃഷികളും അതിൻ്റെ തൊട്ട് നടുക്കൂടിയുള്ളൊരു റോഡും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് എല്ലാം പിന്നെ അണകാലിലെ വീടുകളാവും. പിന്നെ കുറച്ച് ബാക്കിൽ നിന്ന് കണ്ടാലും അണകാലിലെ കുറേയധികം വീടുകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയെ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും അവസാനം സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമാണ് അണകാലെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഗ്രാമങ്ങളുടെ വീഡിയോസ് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഇങ്ങനെ ഉൾഗ്രാമങ്ങളൊക്കെ തേടിയിട്ട് യാത്ര ചെയ്യാനും അവിടുത്തെ കാഴ്ചകളൊക്കെ എത്തിക്കാനുമാണ് ഭയങ്കര വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അത്തരം കാഴ്ചകളാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയൊക്കെ ചെയ്യുമ്പോഴും ഇതിനെല്ലാം അത്യാവശ്യം വ്യൂ ഉണ്ട്. അത് ഈ കാട് പോലത്തെ സ്ഥലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം വ്യൂ ലഭിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ അണകാലിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഓൾ ഇന്ത്യ യാത്രയൊക്കെ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. ആസാം, അതുപോലെ ഹിമാചൽ പ്രദേശ്, അവിടെയൊക്കെ ഇതുപോലുള്ള നമ്മളെക്കാട്ടിയും ഒരുപാട് ഉള്ളിലേക്കൊക്കെ കിടക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു സംഭവമായിരിക്കും. ഊരുകളിലൊക്കെ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറയണത് ഈ കണ്ട ഈ കാണുന്ന കശുമാവാണേ. ഇത് ഒടുക്കത്തെ തണുപ്പാണ് ഇവിടെ ഈ സമയത്ത്. ഇപ്പം വേനൽ സമയത്തും ഇത് തന്നെ ആയിരിക്കും, നല്ല തണുപ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിലെല്ലാം ഭയങ്കര നല്ല രീതിക്ക് തന്നെ കശുവണ്ടിയും പിടിക്കും. അപ്പോൾ ആ ഒരു സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കശുവണ്ടി കൊണ്ടുവന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കൊതുക് കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതാണ് വേനൽ സമയത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്ന് ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഷെഡിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ടേ. കണ്ട ഇരിക്കാനാണ് വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കരയിൽ നിന്ന് 2 പിള്ളേരുണ്ട് വരാനായിട്ട്. അവർ ഈ ഭാഗത്തു നിന്നാണ് വണ്ടിയിൽ കയറി വരുന്നത്. ഇത് കണ്ട ഈ വഴി കൂടെയാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ വന്ന് രാവിലത്തെ സ്കൂൾ വണ്ടിയുണ്ട്, ഗോത്രസാരഥി വണ്ടിയുണ്ട്. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കും അവിടെ വന്നിട്ട്. അപ്പം അവരുടെ അച്ഛനാണത് കെട്ടിക്കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ അതുവരെ അവരവിടെ വെയിറ്റ് ചെയ്തോളും. താഴെ ഭാഗത്ത് 2 വീടുകളുണ്ട്. ഇത് അവരുടെ പുതിയ ടെറസ് വീടാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് കഴിഞ്ഞാലും മുമ്പിലോട്ടൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരു ടാർപ്പായിട്ടിട്ടുണ്ട്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും ഇതിനകത്തെല്ലാം ഇവിടുത്തെ കൃഷിവിളകളാണ്. അപ്പോൾ ഇത് ഉണ്ട്, ഇവിടെ ഒരു ടാർപ്പായിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു വണ്ടി ഇരിപ്പുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണകാലിലെ സ്കൂൾ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ സ്കൂൾ വണ്ടി തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അതുമല്ല സ്കൂളോട്ടം ഓടുന്ന വണ്ടികളൊക്കെ അവർ ഇവിടെ തന്നെയാണ് കൊണ്ടിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വണ്ടി ഒതുക്കിയിരിക്കുന്ന സ്ഥലമാണ്. പ്രവീൺ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പുള്ളി വണ്ടി ഒതുക്കിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്കാദ്യം ഈ വീട്ടിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരുടെ കൈവശരൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് ഇവിടുത്തെ ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഈറമേഞ്ഞ വീടാണ്, പുതിയ വീട് ഇതാണ് ഈ കാണുന്നത്. ഞാനപ്പോൾ അണകാൽ ഊരിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ അവിടെ ഒരു ടാർപ്പായി വിരിച്ചൊരു ഷെഡ് കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അണകാൽ ഊരിലുള്ളവരുടെ ഓരോ കൃഷിവിളകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്നത് ഇവിടെയൊക്കെ കൂടുതലായിട്ടും ഈ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞളും പിന്നെ കശുമാവ്, പിന്നെ റബ്ബറൊക്കെ ഇവിടെ നിന്നൊക്കെ വന്ന് പെട്ടതാണ് ഇതിനകത്ത്. പിന്നെ റബ്ബറൊക്കെ തന്നെയാണ് ഇപ്പോഴും മെയിനായിട്ടുള്ള എല്ലാവരുടെയും ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ കവുങ്ങുണ്ട്, പിന്നെ തെങ്ങുകളുണ്ട്. അങ്ങനെ കുറേയധികം കൃഷികളൊക്കെ നമുക്ക് അണകാലിലൂടെയൊക്കെ പോകുമ്പോഴേ കാണാനായിട്ട് സാധിക്കുവേ. ഇവിടെ കണ്ടോ, ഇവിടെയും കുറേ ഇങ്ങനെ മഞ്ഞളുടെ കൃഷിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൂടെ മുമ്പോട്ട് നടക്കണം. മുമ്പോട്ട് നടന്ന് കുറേ ദൂരം മുന്നിലോട്ട് പോകുമ്പോൾ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമയാണെങ്കിൽ ഭയങ്കര ചുമയാണ്. എനിക്കാണെങ്കിൽ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് കണ്ടോ, ഇതാണെങ്കിൽ ഈ അകത്ത് പന്നിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ചെറിയൊരു വേലി, മരിച്ചിനെയൊക്കെ നട്ടിട്ട്. അതാണ് ഈ കാണുന്നത്. ഈറക്കമ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ബാക്കിലൊരു വീടുണ്ട്. അതൊരു മാമൻ്റെ വീടാണ്, ആദിച്ചൻ എന്നൊക്കെ പറയും. അവരുടെ വീടാണ് ബാക്കിലുള്ളത്. അത് കഴിഞ്ഞ് ഇതിലെ മുന്നോട്ട് പോകുമ്പോഴും കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. മുന്നോട്ടുള്ള വീടുകൾ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വീടുകൾ ആ ഭാഗത്തോട്ടൊക്കെ ഉണ്ട്. നമുക്കിതിൽ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാവേ. അങ്ങനെ ഈ വഴി കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഇവിടെ ഒരു നടവഴി മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഗോകുലിൻ്റെയൊക്കെ വീടുള്ളത്. ആദ്യം അങ്ങോട്ട് പോകാവേ. ഇത് അണകാലിലൊരു ജംഗ്ഷനൊക്കെ എന്ന് പറയാം. ഇവിടെയാണ് റേഷനൊക്കെ കൊടുക്കുന്നത് ഇവർക്ക്. അടിപൊളി ഒരു ഏരിയയാണ്. ഇവിടെ പണ്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. ഇത് അണകാലിൻ്റെ ഒരു ഭാഗമാണേ. ഇതാ ഇവിടെ കൂടെ കണ്ട ഒരു വഴി കിടക്കുന്നത്. ഇതിലേ പോയാൽ അക്കരെ 2-3 വീടുകളുണ്ട്, അങ്ങോട്ട് പോവാം. ഇത് ഇവർ ഇങ്ങോട്ടൊരു റോഡ് വെട്ടിയതാണ്. ഇതിലേ പോയാലും അക്കരെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിഞ്ഞ് ഇതാ ഈ വഴി കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പയ്യന്മാരുടെയൊക്കെ വീടുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ പയ്യൻ്റെയൊക്കെ വീട്, ഗോകുൽ എന്ന് പറഞ്ഞ പയ്യൻ്റെയൊക്കെ വീടുള്ളത് ഇതാ ഈ ഭാഗത്താണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മളിത് അണകാലിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ പയ്യൻ്റെ വീടാണ്, ഗോകുൽ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീടാണ്. ഗോകുലിൻ്റെ അനിയൻ എനിക്കിപ്പോൾ ഒരു കരിക്കും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ചെറുക്കൻ ഒരു കരിക്ക് വെട്ടി തന്നിട്ടുണ്ട് എനിക്ക്. കരിക്ക് വെട്ടിയല്ല, കരിക്ക് അടത്ത് തന്നിട്ടുണ്ട്. ഇത് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അങ്ങനെ അണകാലിൽ നിന്ന് ഒരു കരിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കരിക്ക് വെട്ടാൻ പോവുകയാണ്. മൂർച്ചയുണ്ട് കേട്ടാ. അന്ന് ഇന്നാൾ മറ്റൊരു വന്ന ഓർമ്മയുണ്ടോ നമ്മൾ കരിക്ക് വെട്ടിയത്? അന്നാണെങ്കിൽ മൂർച്ചില്ലേ, നിന്ന് ഈരപ്പുണ്ടായി കാട് വെട്ടാൻ വേണ്ടി സെറ്റാക്കിയിട്ട് കത്തി തേച്ചിട്ടുണ്ട് കേട്ടാ. നല്ല മൂർച്ചയുണ്ട്. കരിക്കിൻ്റെ മൂട് വെട്ടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇങ്ങനെയും വെട്ടാം. ഓ, ഇതാ നല്ല ഫ്രഷ് വെള്ളം. കുടിച്ചു നോക്കട്ടെ ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴയായതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം, എന്നാലും കൊള്ളാം. സൂപ്പർ. ഇതാണ് നമ്മുടെ പയ്യന്മാരെയൊക്കെ വീട്, ഈറ വീടാണ്. അപ്പോൾ ഇത് കണ്ട, ഇതും അവരുടെ ഒരു വീടാണ്. ഇത് ഗോകുൽ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയ പുതിയ വീടാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ പയ്യന്മാർ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ട്. അണകാലിൽ വന്നപ്പോഴ് എനിക്ക് ഇതാണ്ട നല്ല പുറത്തുചക്ക ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പുറത്തുചക്ക എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവിടുത്തെ നല്ല ഫ്രഷ് സാധനമാണ്, വളമൊന്നും ഇടാതെ നമ്മുടെ പയ്യന്മാരുടെയൊക്കെ പറമ്പിൽ നട്ടുവെക്കുന്നതാണ് ഈ പുറത്തുചക്കയൊക്കെ. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം ഒന്ന് ചെത്തി നോക്കാം, ചെത്തിയിട്ട് കഴിക്കാവേ. ഇതിനൊക്കെ നമ്മൾ എക്സ്പേർട്ടാണ്, ചെത്തൽ, അരിയൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിനൊക്കെ. മധുരം ഉണ്ടോടാ? ആ, വെറിയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഇടയ്ക്കിപ്പം മഴയായിരുന്നല്ലോ, ഒരു ചെറിയൊരു ഇത് കാണും. പൈനാപ്പിൾ അടിപൊളിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. പുറത്തുചക്ക ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് കഴിച്ചു നോക്കാവേ. കഴുകാനൊന്നും വയ്യ. അധികം മധുരമില്ല, മധുരമുണ്ട്. മഴയായതുകൊണ്ടേ ചെറിയൊരു പുളിപ്പിൻ്റെ ഇത്, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അടുത്ത് ഗോകുലിൻ്റെ തോട്ടത്തിൽ കയറി ഒരെണ്ണം പൊക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അണ്ണാ ഇതാ പറഞ്ഞു കൊള്ളാം, നല്ല പൈനാപ്പിൾ. അപ്പോൾ എനിക്ക് നമ്മുടെ വീരപ്പണ്ണൻ കരിക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അടിപൊളി കരിക്ക് കേട്ടോ. നമ്മുടെ കാശ്മീരിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരെണ്ണം വിളിക്കുമല്ലോ, അണ്ണനെ വിളിക്കുമല്ലോ. നമ്മുടെ അത് ഇഞ്ചാപ്പുരി പോയി ചെയ്തില്ല, ആ ഒരു കാശ്മീരിൽ നിന്ന് മിലിറ്ററിയിലൊക്കെ ഉള്ള ഒരെണ്ണം നമ്മളെ തിരുവനന്തപുരത്തുള്ളവരാണ് അണ്ണൻ വിളിക്കും. ഇപ്പം എന്നെ കാട്ടി കൂടുതൽ കോണ്ടാക്ട് വീരപ്പണ്ണനായി. വീരപ്പണ്ണൻ സന്തോഷണ്ണൻ. സന്തോഷത്തിലാണ് പുള്ളി വിളിക്കുന്നത്. ഇത് രാവിലെ ഗുഡ് മോർണിംഗ് അയച്ചത് നമ്മളെ ഒരു ആർമിക്കാരൻ ചേട്ടനാണ് വീഡിയോ കണ്ടത്. അതേ മറ്റേ ഈഞ്ചപ്പുരി വീഡിയോയിൽ നമ്മളെ കാട്ടിനകത്തോട്ട് പോണ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിളിച്ച്. എങ്ങനെയുണ്ട് കമ്പനി? എങ്ങനെയുണ്ട് കമ്പനി? സെറ്റ് കമ്പനി. പുള്ളിക്ക് ഇടയ്ക്ക് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇടയ്ക്ക് ഒരു ദിവസം പോലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ശരിയാവൂല. എന്നും അയക്കുക ചെയ്യും, എന്നും രാവിലെ, ഇന്നലെ രാവിലെ, എല്ലാ ദിവസവും അയക്കും. പിന്നെ നമ്മുടെ സാബുചേട്ടൻ മാത്രമല്ല, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയും കോൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് അടിപൊളി കരിക്കാണ് കേട്ടോ, വേറെ വളമൊന്നും ഇടാത്തതാണ്. അതേപോലെ അവരെ തോട്ടത്തിൽ കയറി നമ്മളൊരെണ്ണം പറിച്ചിരിക്കുകയാണ്. ഇത് കഴിക്കൂലേ നിങ്ങളങ്ങനെ? ഇത് കഴിക്കുക, പിന്നെ നമ്മളൊരു എത്രയെന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇപ്പോൾ കുറച്ചുണ്ട്. മുമ്പ് നമ്മൾ പറയുമ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുറച്ച് കുറവാണ്. കാട്ടുപന്നിയാണ് കൂടുതൽ ഇടിക്കുന്നത്. ആ സന്തോഷമായി നമുക്ക് നല്ല പൈനാപ്പിൾ എടുത്ത് തന്നെ. നേരത്തെ കഴിച്ചത് ഒരേ എണ്ണമാണ്, അത് വേനൽ സമയമൊക്കെ ആണെങ്കിൽ മധുരമുള്ള ഒരെണ്ണമാണ്. ഇത് നല്ല ഫ്രഷ് സാധനമാണ്, നാട്ടിൻപുറത്ത് തോട്ടത്തിൽ കിട്ടുന്ന വളമോ ഒന്നും ഇടാത്ത സാധനമാണ്. ഇത് അഗസ്ത്യാർകൂടത്തിൻ്റെ അടിയിൽ കിടക്കുന്ന അഗസ്ത്യൻ്റെ മണ്ണിൽ നിന്നും വിളഞ്ഞു വരുന്ന പൈനാപ്പിളാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലൊന്നും ഒരു വളവും ഉപയോഗിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എത്ര വേണോ കഴിക്കാൻ പറ്റും. സൈത്തിന് ഒരു കരിക്ക് അതിന് ഒരെണ്ണം കൊടുത്ത് അത് കുടിച്ചതിന് ശേഷം രണ്ടാമത് ഒരു കരിക്ക് ഞാൻ കൊണ്ടുവന്നു. വലിയൊരു കരിക്കായിരുന്നു, പക്ഷെ അത് വെട്ടി ചെന്നപ്പോഴത്തേക്ക് സാധനം എത്രയേ ഉള്ളൂ, ചെറിയൊരു കരി എൻ്റെ കയ്യിനകത്ത് ഇരിക്കുകയാണ്. എനിക്കല്ല ഭാഗ്യമുണ്ട്, പക്ഷെ സാധനം ഉണ്ട് കേട്ടോ അതിൽ, അല്ലേ? നോക്കട്ടെ, ഉണ്ട് കേട്ടാ, ഉണ്ട് സാധനമുണ്ട്, വിഷയം. ഓ കരിക്ക് തേങ്ങ എല്ലാം ഉണ്ട്. ഇത് ഹനുമാന്റെ ഗതയുടെ അത്ര കൊള്ളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലുള്ള കരിക്ക് കൊള്ളാം. ചെറിയ തരിപ്പിൻ്റെ ഇതായി എന്താ കല്ലായി, ഇങ്ങനെ ആകുമ്പോൾ തരിപ്പ് വെള്ളമാവും. അല്ല, ഇത് രണ്ട് വർണ്ണത്തിലുള്ളതാണ്, നിനക്ക് നേരത്തെ തന്നില്ലേ. പക്ഷെ ഇത് ചെറുതായതുകൊണ്ടാണ് ഈ ഒരു ഇത് കയ്യിൽ വെച്ച് വെട്ടിയാൽ കൈ പോകും. പാലെടുത്തില്ലേ? ആര്? ഞാൻ എടുത്ത്. ഇത് ഗോകുലല്ല, ഇത് മറ്റേ അങ്ങനത്തുള്ള അവർ വെക്കുന്നതാണ്. കഴിക്കുന്നുണ്ടോ? ചെറുതെടു. നമ്മളങ്ങനെ വീരപ്പണ്ണൻ്റെ വീട്ടിലോട്ട് നടക്കാൻ പോവുകയാണേ.
അങ്ങനെ സന്തോഷണ്ണൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പുറത്തിച്ചക്കയൊക്കെ കഴിച്ചിട്ട് നമുക്കിതാ നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ. ഇതാ സന്തോഷണ്ണ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് സന്തോഷണ്ണൻ്റെ അളിയെ സൂര്യൻ. എന്നാൽ കൊള്ളാം കേട്ടോ, ചക്ക കൊള്ളാം, അടിപൊളി. ചമ്മന്തിയാണ് വിഷയം. ചമ്മന്തി അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളവിടെ നിന്ന് ചക്കയൊക്കെ കഴിച്ചിട്ട് ഇതാ ഇപ്പുറത്തുള്ള വീട്ടിൻ്റെ ഇങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടെ കുറേ കൃഷികളൊക്കെയാണ് നമ്മളീ പോണ വഴിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല മഴ പിടിച്ചേട്ടാ. ഈ കാണുന്ന നമ്മുടെ പയ്യൻ്റെ വീടാണ്. അടിപൊളി ഒരു ഷെഡാണ് ഇവിടെ കാണുന്നത്, ഒരു ഈറമേഞ്ഞിട്ടുള്ളൊരു ഷെഡ്. ഇതിവിടുത്തെ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നവരുടെ പുതിയ വീടാണ്. അപ്പോൾ അതൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേച്ചുകൊണ്ട്. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് 2-3 വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെയാണ് ഇവിടുത്തെ റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ 2-3 ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ അണകാല് സെറ്റിൽമെൻറ്റിലുള്ള നമ്മുടെ പയ്യന്മാരുടെ കൃഷികളെയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ അവർ കിടക്കാനായിട്ടാണ് ഇത്തരം ഷെഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഷെഡ്. ഇത് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഇതിനകത്ത് ഉണ്ട് ഒരു കുടമ്പ് ഇരിപ്പുണ്ട്, മീൻ പിടിക്കുന്നതാണ്. പിന്നെ ആ കൊല ഉണ്ട, കൊല പഴുപ്പിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ കാവൽ മാടങ്ങൾ. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലൊക്കെ ചെറുതായിട്ടുള്ള കൃഷികളൊക്കെ ഇവിടെയുണ്ട്. കുരുമുളകും മഞ്ഞളും പിന്നെ അതുപോലെ കരിമ്പ്, പിന്നെ അത്യാവശ്യം നല്ല മരിച്ചിനി, അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള കൃഷികൾ. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് മെയിൻ റോട്ടിൽ കൂടെയാണ് കേട്ടോ പോകേണ്ടത്. ഇതിലൂടെ പോകുമ്പോൾ തൊട്ട് മുകളിൽ അടുത്ത് 2-3 വീടുകളുണ്ട്. ഞാൻ രാവിലെ വന്നതാണ്. രാവിലെ വന്നിട്ട് ഇവിടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൈവശ രേഖകൾ അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ടാണ് ഞാൻ അണകാലിലേക്ക് എത്തിയത്. ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അത്യാവശ്യം ടാസ്ക്കാണ്. കാരണം വൈകുന്നേരമായി, പറയാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് കാട്ടാനകൾ വല്ലതും കയറി വരുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ റോഡ് മാർഗം പോകണം, അല്ലെങ്കിൽ നമ്മൾ വന്ന ഒരു നടവഴി കൂടെ പോകണം. മിക്കവാറും ഇന്ന് ഞാൻ ഇവിടുത്തെ റോഡ് മാർഗ്ഗമായിരിക്കും കേട്ടോ. അണകാലൂരിൽ നിന്ന് പൊത്തോടേക്ക് പോകണത്. ഇവിടെയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞളുടെ കൃഷിയാണ് നമ്മുടെ ഈ സെറ്റിൽമെൻറ്റിലെല്ലാം പ്രധാനമായിട്ട് കാണുന്ന കൃഷികളെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പുതിയതായിട്ട് കിട്ടിയ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ടെറസ് വീടുകളൊക്കെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ കിട്ടിയത്. ഇവിടെയാണ് അണകാൽ സെറ്റിൽമെൻറ്റിലുള്ള മൊബൈൽ ടവർ ഇരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ എവിടെ ആന ശബ്ദപ്പെടുത്തിയതായിട്ട് നമ്മളൊരു വലിയമ്മ ഒന്ന് പറഞ്ഞു കേട്ടോ. പോയി നോക്കാം. അന്ന് ഇതാ തൊട്ട് അപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വീടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ ഒരു വലിയമ്മ ഇവർ മുമ്പേ നടക്കുകയാണ്. തൊട്ട് താഴെ കാട്ടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആന വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സെറ്റിൽമെൻറ്റിൽ വന്ന് നിരവധി കൃഷികളൊക്കെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ സംസാരിക്കാതെ ഇങ്ങനെ പോകുന്നത്. അപ്പം മിക്ക ദിവസവും ഇങ്ങനെ ആന വരും കേട്ടോ ഇവിടെ സെറ്റിൽമെൻറ്റിലൊക്കെ. എനിക്കിന്നാണെങ്കിൽ വേറെ ഏതെങ്കിലും റോഡ് നോക്കിയിട്ട് വേണം എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി സമയം മതില്ല അങ്ങ് പോവാൻ. അപ്പോൾ കിലോമീറ്ററുകൾ കഴിയേണ്ട സമയമായി. ആന എന്തോ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. അത്യാവശ്യം നല്ല മഴ അടിക്കുന്നുണ്ടേ അണകാലിൽ. ഇവിടെ നിരന്തരമായിട്ട് ഇങ്ങനെ ആനകൾ വരുന്നതാണ്. വന്നിട്ട് ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഇങ്ങനെ നശിപ്പിക്കും. എനിക്കാണ് ഇനി ദൂരം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ വലിയമ്മ ഒന്ന് പറഞ്ഞത് ആ ഭാഗത്ത് എവിടെയാണ് കാട്ടാന വന്ന് നിൽക്കണമെന്ന് പറഞ്ഞതേ. ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. നല്ല പച്ചപ്പും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭംഗിയും ഇവിടെ നിന്നൊക്കെ കാണാൻ അതിമനോഹരമാണേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിലെ ഇവിടെ പോയാലാണ് നമുക്ക് നെയ്യാറിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത്. അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത്. ആ വലിയമ്മ പറഞ്ഞത് ശരി തന്നെ കേട്ടാ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഭാഗത്ത്. ഒന്നും പറയാനില്ല, എന്തോ പറയണമെന്നറിയത്തില്ല. കാരണം നിരന്തരമായിട്ട് നമ്മുടെ ഊരിലുള്ളവരെല്ലാം നേരിടുന്നൊരു പ്രശ്നങ്ങളിലൊന്നാണ് കേട്ടോ കാട്ടാന വരുന്നതും നമ്മളിവിടുത്തെ കൃഷികൾ ആക്രമിക്കുന്നതും അതുപോലെ ഊരുകളിൽ നിന്ന് ഒരുപാട് കൃഷികളൊക്കെ എടുക്കുന്നത്.
അപ്പോൾ ഇനി എന്തായാലും മെയിൻ റോട്ടിൽ കൂടെ ഞാൻ പോകുന്നുള്ളൂ, അല്ലാതെ എനിക്ക് പോകാൻ വയ്യ. പോയാൽ പണി പാളും മിക്കവാറും. എന്തായാലും നോക്കി നടക്കാവേ മുന്നോട്ട്. എന്നുള്ളൊരു വ്യൂ കണ്ട എന്തോരം ഭംഗിയാണെന്നറിയാം ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ഈ ഒരു റോഡെന്ന് പറയുന്നത് വളരെയധികം കട്ടറൊക്കെ പിടിച്ച് കിടക്കുന്ന റോഡാണ്. അപ്പോൾ ഇത് അണകാല് വരെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ അണകാല് സെറ്റിൽമെൻറ്റിലേക്കൊക്കെ വരുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഗട്ടറടിച്ച് ഊപ്പാട് വരും. അപ്പം അങ്ങനെ വരാൻ പറ്റുള്ളൂ കേട്ടോ അണകാലിലോട്ട്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പേ പോകുമ്പം പുലിയൻകടന്ന് പറയാൻ പറഞ്ഞൊരു പാറയുണ്ട്, അവിടേക്ക് എത്തണം. എനിക്കൊന്ന് ബാക്കിൽ പറഞ്ഞത് ശരിയായിരിക്കും, ആനന്ദം ഉണ്ട്. ഞാൻ ഈ വഴിയിൽ ഇനി കൂടുതൽ നിന്ന് കറങ്ങണ ശരിയല്ല. ഇവിടെ നിന്ന് ഇനി അടിച്ചുവിട്ട് പോയാലേ ഇതുവഴി സ്ട്രൈറ്റ് വഴിയുണ്ട്, ഇതിലെ നടന്ന് പുലിയൻകടന്ന് പാറ എത്തിയിട്ട് രാവിലെ വന്ന വഴി എന്തായാലും ഞാൻ തിരിച്ചു പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന വഴി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പണിയാണ്. കാരണം എന്തെങ്കിലും നിന്നാൽ തന്നെ കണ്ടുകൂടാ. മറ്റേതാകുമ്പോൾ റോഡ് വഴി ഇങ്ങനെ അങ്ങ് പോകാമല്ലോ. അങ്ങനെ രാവിലെ നമ്മൾ വന്ന വഴി ഇതാണ്. രാവിലെ അല്ല, ശരിക്കും ഉച്ചയ്ക്കാണ് വന്നത്. ഈ വഴിയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡേഞ്ചർ വഴിയാണ്. ഇതിപ്പം ഇതിലേ പോകണമെങ്കിലും നോക്കി പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പം രാവിലെ ഞാൻ വന്ന വഴിയുണ്ടല്ലോ, ആ വഴി കയറണില്ല. ഇനി ഇതിലേ പോയിട്ട് അക്കരയൂടെ ചെന്നിട്ട് കാവി കൂടെ തിരിച്ച് വീട്ടിലോട്ട് കയറുന്നൊരു വഴിയുണ്ട്, അതിലാണ് ഞാൻ പോണത്. അപ്പോൾ വൈകുന്നേരം വെട്ടം അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ടെൻ്റ് അടിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ അത്യാവശ്യം പവറുള്ളൊരു ലൈറ്റ് മേടിച്ചു. നമ്മളിങ്ങനെ നടക്കുവാണെങ്കിലും തന്നെ ചുറ്റിന് നമ്മൾ നോക്കി നടക്കണം. ഈ ഭാഗത്തായിരുന്നു കുറേ ദിവസം മുന്നേ ഈ ആന വന്നിട്ട് നിന്നത്, കാട്ടാന. ഞാൻ ഒരു ആവശ്യമായിട്ടാണ് അണകാലിലോട്ട് വന്നത്. ഒരുപാട് പേരുടെ കൈവശ രേഖയൊക്കെ കളക്ട് ചെയ്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ 2-3 നേരെയൊക്കെ കാണാൻ വേണ്ടി താമസിച്ചു, അവരില്ലായിരുന്നു. എന്തായാലും മെനക്കെട്ട് വരാനായിട്ട് വയ്യ. പിന്നെയും ഇനി 2-3 പേരുടെയും കൂടെ കിട്ടാനൊക്കെ ഉണ്ട്. മലയിഞ്ചി കിടക്കുന്ന ഭാഗത്തു നിന്നൊരു വഴിയുണ്ട്, അതിലേ പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഊരിലോട്ട് പോകാൻ പറ്റും, പൊത്തോട്. ഒന്നും അറിയത്തില്ല ആ വഴിയിലിനി വേറെ എന്തെങ്കിലും മൃഗങ്ങൾ കയറി നിൽക്കുന്നുണ്ടോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴി തന്നെ വിടണം. ഈ വഴി ഇട്ടിട്ട് നേരെ തൊട്ട് താഴെ പുലിയൻകടന്ന് പാടാന്ന് പറഞ്ഞ മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ കൂടെ പോയിട്ട് വേണം നമുക്ക് തിരിച്ച് അതിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് കയറി പോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നിട്ട് കറങ്ങി ഒരു റൗണ്ട് മോഡലിലാണ് ഇപ്പോൾ ഞാൻ കറങ്ങി വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ കറങ്ങി വീട്ടിലെത്തും. ഞാൻ അവഞ്ച എന്ന് പറഞ്ഞൊരു ആപ്പ് എടുത്തിട്ടുണ്ട്. അവഞ്ച ആപ്പിൽ ഞാൻ നടന്ന മാപ്പിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. വീഡിയോയിൽ പറ്റുമെങ്കിൽ ഞാൻ അത് ഉൾപ്പെടുത്താവേ. അവഞ്ച എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഓണാക്കിയിട്ട് ഇങ്ങനെ നടന്നാൽ മതി നമ്മൾ എത്ര ദൂരം നടന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ഡേഞ്ചർ ഏരിയ ഒന്ന് മാറിയിട്ട് താഴെ പോയിട്ട് അതൊന്ന് കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. ഞാൻ കൂടുതലിങ്ങനെ കാട്ടിനകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉൾക്കാട്ടിലോട്ടൊന്നും പോയി വീഡിയോ എടുക്കുന്നില്ല അധികം. ഞാൻ എപ്പോഴും വഴികളും അതൊക്കെ തന്നെയാണ് എടുക്കുന്നത്. നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ വഴിയുടെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷിവിളകൾ, ഇതെല്ലാം നമ്മുടെ കൃഷിവിളകളാണല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എടുത്തെന്നും പറഞ്ഞിട്ടും വേറെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളിലോട്ടൊക്കെ പോയി വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടേ, നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് വൈകുന്നേരം. ഇതാണ് അവഞ്ച എന്ന് പറയുന്ന ആപ്പ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ട, ഞാൻ ഇപ്പോൾ അണകാലിയിൽ നിന്നാണ് നടന്നത്. ഇപ്പോഴേ ഇതാ ഡിസ്റ്റൻസ് കണ്ടോ, 69, അതായത് 690 മീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ഇപ്പോൾ അണകാലിൽ നിന്ന് ഇങ്ങ് വരെ. അപ്പോൾ ഇത്രയും ദൂരമുണ്ട് അണകാല് വരെ ഇങ്ങോട്ട് നടക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അറിയാൻ പറ്റും. അതായത് നമ്മൾ എത്ര ദൂരമാണ് നടന്നത്, ഏത് ലൊക്കേഷനിൽ കൂടിയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അവഞ്ച എന്ന് പറഞ്ഞ ആപ്പിനകത്തൂടെ നടക്കാൻ പറ്റും. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ നടത്തത്തിൻ്റെ സ്പീഡ്, ഇപ്പോൾ 3 കിലോമീറ്റർ സ്പീഡുണ്ട് ഞാൻ നടക്കുന്നത്, അതൊക്കെ അറിയാൻ പറ്റും.
അടിപൊളി ഒരു ആപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഈ വനത്തിനകത്തൊക്കെയുള്ള സെറ്റിൽമെൻറ്റുകളൊക്കെ എന്ന് പറയുമ്പം മുഴുവനും ഇങ്ങനെ തന്നെയാണ്. കാരണം അധികം ആൾ താമസമൊന്നുമില്ല. എങ്ങനെയൊക്കെ വനത്തിനകത്ത് എത്തിപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കാട്ടിനകത്തൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ആൾക്കാർക്ക് ഒരുപാട് ഉപജീവനം നടത്താനായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു കാട്ടിനകത്ത്. തേന്, കുന്തിരിക്കം, അതുപോലെ കാട്ടിനകത്തുള്ള മഞ്ഞളുകൾ, പിന്നെ ഒരുപാടധികം സാധനങ്ങൾ, വയറി, നൂലി എന്ന് പറയണ്ട, പിന്നെ ഈ ശതാവരി കിഴങ്ങ്, അങ്ങനെയൊക്കെ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പണ്ട് കളക്ട് ചെയ്യാനും അങ്ങനെ ജീവിക്കാനും ഒക്കെ പെട്ടൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കാട്ടിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് പെർമിഷനോ ആറ്റിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ അതിനുള്ള പെർമിഷനൊന്നുമില്ല. ഒരു കണക്കിന് മനസ്സമാധാനമുണ്ട്. പക്ഷേ ടൗണിലെത്തിപ്പെടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഇവിടുത്തെ വാഹനങ്ങളുടെ ചാർജും അതാണ് ഏറ്റവും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഇത് കണ്ട, ഇത് ആന വന്നിറങ്ങിയാണ് കേട്ടോ. അതാണ്ട് അപ്പുറത്തുനിന്ന് ആന വന്നിറങ്ങിയിട്ട് ഇതിലെനിക്ക് തോന്നുന്നു റോട്ടിലൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ പോയത് താഴോട്ട്. ഇന്നത്തെ എല്ലാം ഒരുപാട് നാൾ മുമ്പത്തെയാണ്. തണുപ്പടിക്കുമ്പം പ്രധാനമായിട്ടും ഈ ക്യാമറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അതേപോലെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ക്യാമറയിൽ ചെറിയ ഫോഗ് അടിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ കാട്ടാനിറങ്ങി വരും. ഇതുവഴിയൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഇതുവഴിയൊക്കെ ഇറങ്ങി നമ്മുടെ സെറ്റിൽമെൻറ്റിലോട്ടൊക്കെ വരും, കാവ് വഴി ഇറങ്ങി. ഇവിടെ നിന്ന് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു റൗണ്ട് കണക്കാണ് ചുറ്റി വന്നേന്ന്. അപ്പോൾ ഈ റൗണ്ടിന് ചുറ്റി വരുന്ന സ്ഥലത്ത് ഈ കാണുന്ന കുറേയറ്റം മാത്രമേ പുൽക്കാടുള്ളേ. ഈ പുൽക്കാട് കഴിഞ്ഞാൽ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇരുണ്ട കാവാണ്. ഇതിനകത്താണ് ഈ പുലി, കടുവ, കരടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നതൊക്കെ ഇവിടുത്തെ ഈ കാവ് കാട്ടിനകത്താണ്. നമ്മളിവിടെ കാവ് കാടെന്നാണ് പറയുന്നത്, ഇരുണ്ട കാട്. അപ്പോൾ അത്തരം കാടുകളൊന്നും നമ്മുടെ നാട്ടിൽ വെട്ടാനോ കൃഷി ചെയ്യാനോ അങ്ങനെയൊന്നും ആരും കൂട്ടാക്കാറുമില്ല, അങ്ങനെ ആരും ചെയ്യാറുമില്ല കേട്ടോ. അങ്ങനെ രാവിലെ പോയ വഴിയിൽ നിന്നൊക്കെ മാറി കാവിൽ കൂടെ നമ്മളിതാ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇങ്ങനെ ഈ റോഡുണ്ടല്ലോ, ഇതൊക്കെ ഇടിച്ചു തന്നിട്ട് കുറേ വർഷമായി. പക്ഷേ എന്തായാലും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഇത്രയെങ്കിലുമൊക്കെ നമ്മുടെ ഊരുകളിൽ എത്തിപ്പെട്ടത് ഈ റോഡും ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങൾ അതൊക്കെ ചെയ്തു തന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മെമ്പർമാരായിക്കോട്ടെ ചെയ്തു തന്നവർക്ക് എന്തായാലും വലിയൊരു നന്ദിയുണ്ട്. പക്ഷേ ഒന്നും ചെയ്തു തരാത്തവരടുത്ത് എന്നും ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ റോഡും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് പരിഹരിച്ചാൽ കുറച്ചും കൂടെയൊക്കെ ഈ സെറ്റിൽമെൻറ്റിലൊക്കെ പോകാനേ സൗകര്യമായനെ. ഞാനിപ്പോൾ നടന്നു പോണ വഴിയുടെ ശബ്ദം കേട്ടോ നിങ്ങൾ, ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ വലത്തെ ഭാഗത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ആനകളൊക്കെ വന്നേക്കും, ഡേഞ്ചറാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോകുന്നൊരു കാടും കൂടെ കാണിച്ചു തരാം, അത് അതിനെക്കാട്ടിയും ഡേഞ്ചറാണ്. അങ്ങനെ ഇവിടെയൊക്കെ മുമ്പൊന്നും ഈ വഴിയൊന്നും ഇല്ലായിരുന്നു, നടവഴിയൊന്നും ഇല്ലായിരുന്നു. മുമ്പ് നമ്മുടെ സെറ്റിൽമെൻറ്റിൽ കൂടെയാണ് അണകാലിലൊക്കെ ഉള്ളവർ പൊയ്ക്കൊണ്ടിരുന്നത് അവരെ സെറ്റിൽമെൻറ്റിലോട്ടെ. ഇവിടെ കണ്ടോ, ഇവിടെയും റോഡുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകി കട്ടുപിടിച്ച് കിടക്കുകയാണ്. ഇവിടുത്തെ പയ്യന്മാരൊക്കെ തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിയാണ് കേട്ടോ നമ്മുടെ കോട്ടൂർ ടൗണിലെല്ലാം പോണതേ. വൈകുന്നേരം ആയപ്പോൾ കണ്ട പ്രകൃതിയുടെ ശബ്ദം കേട്ടാ. എനിക്കാണെങ്കിൽ എന്തൊരു പറ്റിയാണ്ടോ പേടി എന്ന് പറയുന്ന സാധനമേ ഇപ്പോൾ അടിക്കണത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു സ്ഥലത്തൂടെ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ തന്നെ എൻ്റെ ഹൃദയം പടപടായിരിക്കും. അപ്പോൾ എൻ്റെ ഹൃദയം ഇടിപ്പൊക്കെ മാറി വളരെ ധൈര്യശാലിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. നല്ല ഇരുട്ടായി വരുന്നുണ്ടേ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് സൂര്യനെയൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പം സൂര്യൻ താമസിച്ചാണ് അണയുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ വെട്ടം. ഇത് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇരുട്ടാണ്, ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാണ്. കണ്ടോ, ഇതിലേ ഉണ്ടോ, ഇതിലേ റോഡ് ഭയങ്കര കട്ടറായിട്ട് തന്നെ കിടക്കുന്നുണ്ടേ. അങ്ങനെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടേ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഇരുട്ടുമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാവിൽ കൂടെ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ വെളിച്ചമായിരിക്കും, ഈ കാവിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ കൂടി നമ്മൾ നടന്ന് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ പാറാക്കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമേ.
അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഒരു ഡേഞ്ചർ വഴിയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ അണകാലൂരിലൂടെ പോയിട്ട് കറങ്ങി കാവ് വഴി വീട്ടിലേക്ക് വന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയത്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ അണകാല് ഭാഗത്തൊക്കെ വന്നപ്പോൾ കുറേ കൂടെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവം പണിപാളി. വേറൊന്നുമല്ല, നമ്മുടെ അണകാല് ഭാഗത്ത് വന്ന സമയത്ത് തന്നെ കാട്ടാന അവിടെ അപ്പുറത്ത് ഇറങ്ങിയിപ്പോണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വിട്ടു വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത് മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളോ അല്ലെങ്കിൽ ഒരു ടെൻറ്റ് ക്യാമ്പിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ കാഴ്ചകളോ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരുവേ. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊന്നും വീഡിയോസ് ഇട്ടിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു വ്യൂ ഒന്നുമില്ല. ചിലപ്പം ഈ പരിപാടിയൊക്കെ നിർത്താനും സാധ്യതയുണ്ട്. അഥവാ നിർത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു അപ്ഡേറ്റ് വീഡിയോ ഇട്ടിട്ടായിരിക്കും ഞാൻ നമ്മുടെ ചാനൽ പൂട്ടി പോകാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് നല്ല വ്യൂസ് ഇല്ലാതെ വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ ഓരോ കല്യാണത്തിനായാലും ഓരോ സ്ഥലങ്ങളിലായാലും പോകുമ്പം കുറച്ച് പേര് കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മിണ്ടുമല്ലോ, അതൊക്കെ തന്നെയാണ് വലിയ സന്തോഷം. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.